തിരികെ കേരളത്തിലേക്ക് വന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് മുന്നണികൾ കൂട്ടലും കിഴിക്കലുകളും നടത്തുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല അവകാശവാദങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. തുടർഭരണം ഉണ്ടാകും എന്നത് LDF ആവർത്തിക്കുന്നുണ്ട്. അതേസമയം 100-ലധികം സീറ്റ് നേടി അധികാരത്തിലെത്തും എന്നതാണ് UDFന്റെ പ്രതീക്ഷ. അവർ ആ പ്രതീക്ഷ ആവർത്തിച്ച് പറയുന്നുമുണ്ട്. അപ്പോഴും പാർട്ടികൾക്കുള്ളിലും മുന്നണിക്കുള്ളിലുമൊക്കെ കൃത്യമായ ഈ വോട്ടിന്റെ വിശകലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വലിയ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യം കൂടി ഇതിനോടകം ഉരുത്തിരിഞ്ഞിരുന്നു. അങ്ങനെ പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നതിൽ കോൺഗ്രസിൽ തന്നെ വലിയ അമർഷം പുകയുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. മുന്നറിയിപ്പുമായി മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ പിന്തിരിയണമെന്നാവശ്യപ്പെട്ടത് മുതിർന്ന കോൺഗ്രസ് നേതാവ് KC ജോസഫാണ്. UDFനെ പിന്തുണച്ച ജനവിഭാഗങ്ങളെ വേദനിപ്പിക്കാനും നിരാശരാക്കാനും തയ്യാറാകാതിരിക്കുന്നതാണ് ഉചിതമെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ KC ജോസഫ് മുന്നറിയിപ്പ് നൽകി. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ കോൺഗ്രസിനുണ്ട്. അത് യഥാസമയം അതിന്റെ വഴിക്ക് നടക്കും. അതേപ്പറ്റി ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നതാണ് KC ജോസഫ് ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ആ നിലപാട് പറഞ്ഞിരിക്കുന്നത്. ഇതേ വികാരം തന്നെ AI ഗ്രൂപ്പുകൾ പ്രകടിപ്പിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിവെച്ചത്. മുഖ്യമന്ത്രി എറണാകുളം ജില്ലയിൽ നിന്ന് വേണമെന്ന ഒരു വ്യക്തിപരമായ ആഗ്രഹം പങ്കുവെച്ചുകൊണ്ടാണ് മുഹമ്മദ് ഷിയാസ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. ഇതിന് പിന്നാലെ ഷിയാസിനെ തിരുത്തി KPCC വൈസ് പ്രസിഡന്റും കായംകുളത്തെ UDF സ്ഥാനാർത്ഥിയുമായ M ലിജു രംഗത്തെത്തിയിരുന്നു. ഷിയാസിന്റെ ഇത് വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നതാണ് ലിജു പറഞ്ഞത്. മുഹമ്മദ് ഷിയാസ് എറണാകുളം DCC പ്രസിഡന്റ് ആയതിനാൽ അഭിപ്രായത്തിന് പിന്നിൽ പ്രാദേശിക വികാരമായിരിക്കുമെന്നുമായിരുന്നു ലിജുവിന്റെ പ്രതികരണം. തീരുമാനം ഹൈക്കമാൻഡ് പറയും. ആരാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് ആണ് എന്നും M ലിജു പ്രതികരിച്ചിരുന്നു. അപ്പോൾ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കെതിരെ K മുരളീധരനും ശക്തമായി തന്നെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. മുഖ്യമന്ത്രി ആരാകണം എന്നത് സംബന്ധിച്ച തർക്കങ്ങൾ അനാവശ്യമാണ് എന്നതാണ് K മുരളീധരൻ പറയുന്നത്. പാർട്ടിക്ക് അതിന്റേതായ ചില രീതികൾ എല്ലാ കാര്യത്തിലുമുണ്ട് എന്ന് K മുരളീധരൻ പറയുന്നു. ജനം വിശ്വസിച്ച് ഭരണമേൽപ്പിക്കുമ്പോൾ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ അവസരമുണ്ടാക്കരുത്. 4-ാം തീയതിക്ക് ശേഷം അത്തരം വിഷയങ്ങളിലെല്ലാം ധാരണയുണ്ടാകും എന്നുമാണ് K മുരളീധരൻ ഇതിനോട് പ്രതികരിച്ചത്. കോൺഗ്രസ് അതിലേക്ക് കടന്നിട്ടില്ല. അതിനൊക്കെ ഞങ്ങൾക്ക് ചില സംവിധാനങ്ങളുണ്ട്. 4-ാം തീയതി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അല്ല, അതൊക്കെ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. അതുകൊണ്ട് ഞാൻ ഏകോപക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആരും പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മാത്രമല്ല, അങ്ങനെ ചർച്ചയിലേക്ക് പോകുന്നതന്നെ ശരിയല്ല. ജനം എന്ത് പറയും? ഇവരെ ഞങ്ങൾ വിശ്വസിച്ച് ജയിപ്പിച്ചിട്ട് തുടങ്ങി എന്ന് പറയുന്ന ഒരവസ്ഥ ആരും ഉണ്ടാക്കരുത്. അത്രേ പറയുന്നു. അപ്പോൾ BJPയും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. BJPയും അവകാശവാദങ്ങളുമായി രംഗത്തുണ്ട്. NDA വലിയ നേട്ടമുണ്ടാക്കുമെന്നതാണ് സംസ്ഥാനത്തെ നേതാക്കൾ അവകാശപ്പെടുന്നത്. ഇന്ന് പശ്ചിമ ബംഗാളിൽ നടത്തിയ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കേരളത്തിൽ BJPക്ക് നേട്ടമുണ്ടാകും എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇടത് വലത് മുന്നണികൾ വലിയ പരാജയ ഭീതിയിലാണ്. അവർക്ക് അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ പോലും പറ്റുന്നില്ല എന്നതൊക്കെയാണ് പ്രധാനമന്ത്രി ആ യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 3 മുന്നണികളും പ്രതീക്ഷയിലാണ്. അവർ അവരുടേതായ കണക്ക് കൂട്ടലുകളിലാണ്. PC ജോർജിനും ഷോൺ ജോർജിനും മറുപടിയുമായി ദീപിക ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ. FCRAയെക്കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന ഭീഷണിയുമായി ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടുമടക്കി കുത്തി വന്നാലും തങ്ങൾ നിലപാട് പറയുമെന്നാണ് എഡിറ്റോറിയൽ. ആൾക്കൂട്ട വിചാരണയും അടിച്ചമർത്തലും ആവർത്തിക്കുമ്പോൾ അത് ബാധിക്കുന്നവർ മിണ്ടാതിരുന്നോണമെന്നാണ് പറയുന്നതെന്നും ഈ എഡിറ്റോറിയലിൽ വിമർശിക്കുന്നു. അതേസമയം ദീപിക കോൺഗ്രസിനു വേണ്ടി വിടുപണി ചെയ്യുന്നുവെന്ന് ആവർത്തിച്ച് ഷോൺ ജോർജ് രംഗത്ത് വന്നു. ക്രിസ്ത്യാനികളുടെ മുഖപത്രം എന്ന നിലയിൽ വിമർശിക്കേണ്ട എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. ദീപികയെ നിയന്ത്രിക്കണമെന്ന് സഭാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഷോൺ ജോർജ് പറഞ്ഞു. അല്ല, വീക്ഷണത്തിൽ വരുന്ന ഒരു എഡിറ്റോറിയലിന് ഞാൻ മറുപടി വേണ്ട കാര്യമില്ലാത്ത പോലെ തന്നെയാണ് കഴിഞ്ഞ 6 മാസക്കാലമായി വീക്ഷണവും ദീപികയും ചെയ്യുന്ന ജോലി ഒന്നാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അവർ വിമർശിക്കണം, കുഴപ്പമില്ല. പക്ഷേ അതിന് ക്രിസ്ത്യാനിയുടെ കെയർ ഓഫിൽ വിമർശിക്കേണ്ട. ക്രൈസ്തവ മുഖപത്രം എന്ന നിലയിൽ ആ വിമർശനത്തെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം കോൺഗ്രസിന് വേണ്ടി വിടുപണി ചെയ്യുകയാണ്. അതുകൊണ്ട് അതിനെ അങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സഭാ നേതൃത്വത്തെ ഔദ്യോഗികമായി ദീപികയിൽ നടക്കുന്ന
ഇത്തരം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കേണ്ട സാഹചര്യമുണ്ടോ എന്ന് സഭാ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പരാതിയായി തന്നെ ഞാനത് എഴുതി കൊടുക്കും. ഫാരിസ് അബൂബക്കർ ഒരു സമയത്ത് ഫാരിസ് അബൂബക്കർ ഈ സ്ഥാപനം എടുത്തുകൊണ്ട് പോയി. അയാളുടെ കയ്യിൽ നിന്ന് ഒരു തരത്തിൽ അത് പിടിച്ചുകൊണ്ട് വന്നു. വീണ്ടും ചില ആളുകൾ ഈ പത്രത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ആ പത്രത്തിൻ്റെ ഇൻവെസ്റ്റേഴ്സ് പത്രത്തിൻ്റെ ഡയറക്ടർ ബോർഡിലുള്ള അംഗങ്ങളെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. ഇപ്പോൾ മനസ്സിലാവും ഇതാരാ നിയന്ത്രിക്കുന്നത്. വലിയ ഒരു കേസിൽ ആരോപണ വിധേയനായ ഒരു സ്ഥാപനം, ഒരു റിക്രൂട്ടിങ്, അതായത് വിദേശ പഠന സ്ഥാപനം, ഈ സ്ഥാപനത്തിലെ മേജർ ഷെയർ ഹോൾഡറാണ്. അയാളിപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ എഡിറ്റോറിയൽ പോളിസിയിൽ സ്വകാര്യ വ്യക്തികളുടെ താല്പര്യങ്ങൾ കടന്നു വരുമ്പോൾ അത് സഭയുടെ നിലപാടായി വ്യാഖ്യാനിക്കപ്പെട്ടാൽ സഭാവിശ്വാസി കൂടിയായ എനിക്ക് അതിനെ കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. അതാണ് ഞാൻ പ്രതികരിച്ചത്. അത് തുടരുക തന്നെ ചെയ്യും. എൻ്റെ പിതാക്കന്മാരെയെല്ലാം, സഭ എന്ന് പറയുന്നത് ഞാനും കൂടെ ഉൾപ്പെടുന്നതാണ്, എൻ്റെ പിതാക്കന്മാരെയെല്ലാം ഈ കാര്യങ്ങൾ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതിന്മേൽ കൃത്യമായ നിലപാടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കണം. അതേസമയം വോട്ട് ലഭിക്കാത്തതിന് സഭയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നായിരുന്നു കെ മുരളീധരന്റെ ഇതിനോടുള്ള പ്രതികരണം. പി സി ജോർജിന്റെ വിമർശനം സംബന്ധിച്ച ചോദ്യത്തോടായിരുന്നു ഈ പ്രതികരണം. ബി.ജെ.പി എല്ലായിടത്തും ചെയ്യുന്നത് തന്നെയാണ് കേരളത്തിലും ആവർത്തിക്കുന്നതെന്ന് കെ മുരളീധരൻ ഇതിനെ വിമർശിച്ചു. ഫാരിസ് അബൂബക്കറിന്റെ പത്രം അതിന്റെ കാര്യം എന്നോട് ചോദിക്കുന്നു. അത് അവരുടെ വാപ്പായെ പറ്റി എഴുതിയിരിക്കുന്നത്. അത് ഫാരിസ് അബൂബക്കറാണല്ലോ. ഫാരിസ് അബൂബക്കറിന്റെ പത്രമല്ലേ, അവന്റെ വാപ്പായെ പറ്റി അവൻ എഴുതുക. ഫാരിസ് അബൂബക്കറിന്റെ ആണെന്നുള്ളത് എനിക്കറിയാവുന്ന. സഭയായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. സഭയായിട്ട് പ്രശ്നമില്ലെന്നല്ല, സഭയിലെ പിതാക്കന്മാരെല്ലാം ബഹുമാനമാണ്. പക്ഷെ പിതാക്കന്മാർ ഈ നന്ദികേട് കാണിച്ച് രാഷ്ട്രീയം കളിച്ചാൽ ഞാൻ വർത്തമാനം പറയും, ഇനിയും പറയും. ബി.ജെ.പി കേരളത്തിന് പുറത്ത് ആ സമുദായത്തിനോട് അവർ വെച്ചു വളർത്തിയിട്ടുള്ള നിലപാട് കേരളത്തിലും അവർ കാണിച്ചു എന്ന് മാത്രം. വോട്ട് കിട്ടാത്തതിന് ഒരിക്കലും സമുദായങ്ങളെ കുറ്റം പറയരുത്. സമുദായങ്ങളുടെ വോട്ട് ചില സന്ദർഭത്തിൽ ലഭിക്കും, ചിലപ്പോൾ ലഭിച്ചില്ലാതെ വരും. ഇപ്പം ഞങ്ങൾക്കും ചില തെരഞ്ഞെടുപ്പിലൊക്കെ ചില സമുദായങ്ങളുടെ വോട്ട് ലഭിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെയൊക്കെ അങ്ങ് തള്ളി പറയലാണോ? അപ്പോൾ പി സി ജോർജ് ഇന്നലത്തെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതും അതിനോടുള്ള കെ മുരളീധരന്റെ വിമർശനവും ഒക്കെയാണ് നമ്മൾ കേട്ടത്. ബി.ജെ.പിയുടെ ക്രിസ്ത്യൻ നയതന്ത്രം പാളിയിട്ടില്ല എന്നതാണ് പക്ഷേ ബി.ജെ.പി നേതാവായ വി മുരളീധരൻ പറയുന്നത്. കഴക്കൂട്ടത്തടക്കം ഇതിന്റെ ഗുണം കിട്ടും. MCRA വിഷയത്തിൽ ക്രൈസ്തവ സഭകൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്നും അദ്ദേഹം പറയുന്നു. പി സി ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും നിലപാട് സംബന്ധിച്ച് അഭിപ്രായം പറയാനില്ല എന്നും വി മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ കഴക്കൂട്ടത്തെ ബാധിക്കില്ലായിരിക്കും. പക്ഷെ ഇപ്പോൾ ഇന്ന് ഷോൺ ജോർജും പി സി ജോർജും ഒക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ സഭയെക്കുറിച്ച്. സഭയെ വിശ്വാസത്തിലെടുത്തതാണ് ബി.ജെ.പി. അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുവാൻ ശ്രമിച്ചതുമാണ് ക്രൈസ്തവ സമുദായത്തിന്റെ. പക്ഷേ UDF വോട്ട് ചെയ്യണമെന്ന രീതിയിൽ സഭാ നേതൃത്വങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. ബി.ജെ.പിക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? അത് ബി.ജെ.പിക്ക് കഴക്കൂട്ടത്തെ അല്ലേ ഞാൻ ചോദിച്ചത്. അത് ബാക്കിയുള്ള സാഹചര്യം എനിക്കറിയില്ല. കാരണം ഞാൻ കഴിഞ്ഞ പ്രാക്ടിക്കലി ഒരു മാസമായിട്ട്, ഒരു മാസമല്ല, 10-40 ദിവസമായിട്ട് ഞാൻ കഴക്കൂട്ടത്തിൻ്റെ അതിർത്തിക്ക് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് ഓരോ സ്ഥാനാർത്ഥി അവരവരുടെ ഉത്തരവാദിത്തമാണ്. സംസ്ഥാന തലത്തിൽ സഭാ നേതൃത്വമായിട്ടുള്ള ചർച്ച എന്താണ്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിവില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ സഭയ്ക്കെതിരെ പറയുമ്പോൾ അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഷോണും അതൊക്കെ പ്രസിഡന്റ് തീരുമാനിക്കേണ്ടതാണോ? അതൊക്കെ പ്രസിഡന്റ് തീരുമാനിക്കേണ്ട വിഷയമാണ്, ഞാൻ പറയേണ്ട കാര്യം. അവർ തമ്മിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ കാര്യത്തിലൊക്കെ ബി.ജെ.പിയുടെ ഇടപെടൽ നടന്നതാണല്ലോ. ഇപ്പോൾ FCRA വിഷയത്തിൽ ഇപ്പോൾ തന്നെ ആ ബില്ല് നടപ്പാക്കുന്നില്ല. അതും അവരുടെ ആശങ്ക കൂടി പരിഗണിച്ചുകൊണ്ടാണല്ലോ. അപ്പോൾ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ബി.ജെ.പി നടത്തുന്നുണ്ട്, പക്ഷെ അത് തിരിച്ചത് ഫലം കിട്ടുന്നില്ല എന്നാണോ? അങ്ങനെയൊന്നും എനിക്ക് അഭിപ്രായമില്ല. നമുക്കിവിടെ അനുകൂലമായിട്ടുള്ള നിരവധി ആൾക്കാർ അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അപ്പം അങ്ങനെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചില സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.